പോയിട്ട് വാ. യുഗതറിന്റെയും അതുപോലെ തന്നെ ലിബറലിസത്തിന്റെയും കാലഘട്ടമാണ്. അത്തരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി. മാഷാ മാഷാ, അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നൊരു സന്തോഷ ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. അപ്പം നിക്കാഹ് കഴിഞ്ഞ് ചെക്കനെ കൂട്ടിയിട്ട് അവരുടെ ഫാമിലി വരികയാണ്. മുട്ടായി കൊടുക്കാനുള്ളൊരു പുറപ്പാടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടെയും പാട്ടും കൈകൊട്ടിപ്പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി വരിക കേട്ടോ. നമ്മുടെ പുതിയ അവിടെ അടുത്ത എൻട്രിക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഫാമിലി ഓൺ വൈബായിരുന്നു കേട്ടോ. ചെക്കൻ്റെ ഫാമിലി കണ്ടോ, ഒന്നിനൊരു കുറവില്ല. ഫുള്ള് ഡ്രസ് കോഡൊക്കെ ആയിട്ട് ഉഷാറായിട്ട് ഇറങ്ങിയാണ്. നിർത്തില്ല, പാട്ട് നമ്മൾ ഇടാത്തതിൽ കോപ്പിറൈറ്റ് വരും കേട്ടോ. കാരണം പാട്ട് നമ്മൾ ആഡ് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും അവരെ അടിപൊളി ഒരു എൻട്രി ആയിരുന്നു കേട്ടോ ഈ കാണുന്നങ്ങൾ. അങ്ങനെ അവരെ ചെക്കൻ്റെ ഫുൾ ഫാമിലി ഫോട്ടോഷൂട്ടിന് കയറി കേട്ടോ. ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പെണ്ണിൻ്റെ എൻട്രിക്കായിട്ട് ഞങ്ങളെല്ലാവരും കാത്തിരിക്കരുത് കേട്ടോ. അതിനും വൈബായിട്ട് കേട്ടോ നമ്മുടെ കുട്ടികൾ. കുറച്ച് നാണക്കെടുണ്ടെങ്കിലും ബാക്കിൽ കയ്യൊട്ടി പാടുന്നവർക്ക് കുറച്ച് നാണക്കെടൊക്കെ ഉണ്ട്. ഡാൻസ് കളിക്കണമെന്ന് ഇപ്പോൾ കാണിച്ചാൽ കേട്ടോ. അടുത്ത ബാക്കിൽ ഇപ്പം ഇങ്ങനെ വീഡിയോ വരും, അപ്പോൾ കാണാം. അപ്പോൾ അടുത്ത എൻട്രി ഇതാ വരുന്നു. ന്യൂസിട്ടൊക്കെ എനർജി നോക്കി ആ പല്ലൊക്കെ ഇപ്പോൾ കൊയിഞ്ഞാടുന്നുണ്ട്. വലിയൊരുനാളും വെള്ളിയാഴ്ച ഒരേപോലെ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പെങ്ങൾ എൻ്റെ ചെറിയ പെങ്ങളാട്ടോ. അത് ചെറിയ പെങ്ങളുടെ മോളുടെ കല്യാണമാണ്. ഡാൻസ് കണ്ടില്ല നിങ്ങൾ? ആർക്കും ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നോക്കാൻ വയ്യ. അവർക്ക് നാണക്കെടാ തോന്നുന്നുണ്ട്. എല്ലാവരും താഴത്തേക്ക് നോക്കി കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ കളിപ്പിച്ചുകൊണ്ട് ഇന്നെ തല്ലാൻ വരും. ഇത് തലേ ദിവസമോ 2 ദിവസത്തെ മുന്നേ എന്തൊക്കെ കാട്ടി കൂട്ടിയിരുന്ന് പഠിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഇതാണ് എൻ്റെ ചെറിയ പെങ്ങളും അളിയനും കേട്ടോ. പിന്നെ അളിയൻ ചക്ക പെങ്ങളുടെ ചെറിയ ചക്ക അപ്പുറത്ത് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ, അവരുടെ ഡ്രസ് കോഡാണിത്. അവർ ഫുള്ള് ഷൂട്ട് ചെയ്ത് കൈയ്യോട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൂട്ട് ഒന്ന് കൈയ്യോട്ട് പ്രോത്സാഹിപ്പിക്കുവാണ്. അപ്പോൾ വാമായി ഈ ചെക്കത പിടിച്ച് കയറ്റിന് പെണ്ണിനെ. ഈ ഒരു സന്തോഷ നിമിഷം അല്ലേ. ഇനി നമ്മളെ സത്യം പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് പോയ പോലത്തെ ഒരു ഇടങ്ങറാട്ടോ. മറ്റേ നമ്മുടെ കുട്ടിക്ക് വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ അല്ലേ. വലിയൊരു ഇടങ്ങറ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ. ഇപ്പോൾ മഹർ കെട്ടി കൊടുക്കുക കേട്ടോ. ഞമ്മടെ വക എന്തോ ഇത് കെട്ടി കൊടുക്കുന്നുണ്ട്. കഴിച്ചതിനാണ് തോന്നുന്നുണ്ട്. അങ്ങനെ അടുത്ത ഫോട്ടോഷൂട്ട് കേട്ടോ. ചെക്കൻ്റെ ഫാമിലി, പിന്നെ അളിയൻ, മക്കൾ, അങ്ങനെ എല്ലാവരും അടുത്തൊരു ഫോട്ടോഷൂട്ട്. പിന്നെ ചെക്കൻ്റെ 5 പെങ്ങന്മാർ, 5 പെങ്ങന്മാർക്കൊരു നാത്തൂനായിട്ടാണ് പോയിക്കണേ. അടുത്തത് ഇതാ എൻ്റെ ഫാമിലി, ഇപ്പ അമ്മ, 2 പെങ്ങന്മാർ, അതേപോലെ അളിയൻ, പിന്നെ കാക്കയുടെ വൈഫ്, എല്ലാവരും കുട്ടികളെല്ലാവരും കൂടിയുള്ളൊരു ഫോട്ടോഷൂട്ടോട്ടെ ഈ കാണുന്നങ്ങൾ. എൻ്റെ ഫാമിലി ഞങ്ങളെല്ലാവരും കാണാൻ കാത്തിരുന്നില്ല മുന്നത്തെ വീഡിയോസിലൊക്കെ. എവിടെയാണ് ഉമ്മ, ഉപ്പ, പെങ്ങന്മാരെന്നൊക്കെ ചോദിച്ചിരുന്നു. എല്ലാവരും ഇതിലുണ്ട്. ഉപ്പ, അമ്മ, അളിയൻ, ഒരളിയൻ വന്നിട്ടില്ല കേട്ടോ. പിന്നെ കാക്കയുടെ വൈഫ് എല്ലാവരും ഉണ്ട്. പിന്നെ അമ്മ, ഇപ്പ, ഇതാണ് എൻ്റെ അമ്മ, ഉപ്പ. കഴിഞ്ഞതാ മൂത്ത താത്ത ഫാമിലി, കഴിഞ്ഞത് കാക്ക ഫാമിലി. പോയിട്ട്
അല്ല ഈ ഒരു നിമിഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എന്നാൽ കല്യാണം എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് എല്ലാവരും ഒരു കാത്തിരിക്കുന്ന ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഫാമിലി മൊത്തം, ഫാമിലി ആണെങ്കിലും പെണ്ണാണെങ്കിലും ചെക്കനാണെങ്കിലും എല്ലാവരും ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പം എത്ര നേരം ചാടിക്കളിയും ഡാൻസും പാട്ടും കേക്ക് മുറിയും കുട്ടികളുടെ ഡാൻസും എല്ലാതും കഴിയുമ്പോഴൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോക്ക് നമ്മുടെ മനസ്സിന് വല്ലാണ്ടൊരു സങ്കടമാണ് അല്ലേ. ഒരു യാത്ര പറഞ്ഞ് പോകാമെന്ന് പറയുമ്പോൾ ഇത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴേ പെട്ടെന്ന് നമ്മുടെ നിന്ന് എന്തോ വിട്ടു പോയ പോലത്തെ ഒരു സങ്കടമാണ്. എല്ലാവർക്കും യാത്ര പറഞ്ഞിട്ട് പിന്നെ അവൾ പോവുകയാണ് ഇന്ന്. പിന്നെ അങ്ങോട്ട് ചെക്കൻ്റെ വീട്ടിൽ പോവാണ്. വീട്ടിൽ നിന്ന് തന്നെ വൈകുന്നേരം അങ്ങോട്ട് ഒരു കൂട്ടിക്കൊണ്ടതിലൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഒന്ന് പോയിട്ട് ഇപ്പം തന്നെ വരും, തിരിച്ചു വരും. അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടല്ലോ എത്രമാത്രം സങ്കടമാണെന്നറിയോ. പെൺമക്കളുള്ള വാപ്പാരുമൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ. ഞാനൊക്കെ ആലോചിച്ചെന്ന് കേട്ടോ. ഞാനങ്ങനെ പിന്നെ ഓരോ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനും ആലോചിക്കും, ഇഷ്ടമുള്ള കാര്യം ഇപ്പം തന്നെ ആലോചിക്കും എങ്ങനെയാണ് വിട്ട് പിരിഞ്ഞിരിക്കുക എന്നുള്ളത്. അത് അടുത്തെല്ലാവരും യാത്ര പറഞ്ഞ് മറ്റൊരു കുറച്ച് നേരത്തേക്ക് വേണ്ടി പോവാണ്. എന്നാലും നമ്മുടെയൊക്കെ മനസ്സേ ഒരു വേദനിച്ചിട്ടാണ് നിൽക്കണേ. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും എന്തോ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ കണ്ണിന്നൊക്കെ വെള്ളം നിറഞ്ഞിരിക്കണ പോലെ. പിന്നെ യാത്ര എല്ലാവരോടും പറയണം, നമ്മൾ ആരെയും മിസ്സാക്കാൻ പാടില്ല. മാഷാ അല്ലാഹ്, അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷമാണ് കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തോടെ അതൊരു കഴിഞ്ഞു. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം. ഇനിതാ നമ്മുടെ അവളുടെ അനിയത്തിലെത്തും താത്താടെ കുട്ടികളെത്തും നാത്തൂൻ്റെ മക്കളുടെ കുട്ടികളത്തൊക്കെ യാത്ര പറയാം കേട്ടോ. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ഇപ്പം കരയുന്നു. അവൾ കരയാണ്ട് പിടിച്ച് നിന്നു. പിന്നെ എന്താൾക്ക് സമാധാനം ചെന്ന് പോയിട്ട് ഇന്ന് തന്നെ വരില്ല. ആ ഒരു സമാധാനത്തിലാവട്ടെ അവൾ കരയാണ്ട് പിടിച്ചിരിക്കണത്. അങ്ങനത്തെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ആ നോക്കട്ടെ, നാളെ വരണ്ട. ഞങ്ങളടുത്ത മതിയോ? മാറി കാലി എല്ലാവരും ടാറ്റ കൊടുക്കും.